ഫോൺ എന്റെ ഫോൺ ഇതെവിടെ പോയത്? ഇത് കറക്റ്റാ. ഇന്ന് ഇത് വെച്ച് ഞാൻ ചെയ്യാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. ഞാൻ ഇതാ വരുന്നു. ഇറ്റ്സ് ഡൺ. കാണാൻ ഞാൻ കൂളല്ലേ മോനെ? ആ പ്രീത വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോ വരില്ല എന്ന്, അവളുടെ ഭാവി വരനെ കാണാനായിട്ട്. വരനൊന്നുമല്ല, ആ മന്ദബുദ്ധിയെ കാണും ഞാൻ. കാണാത്തതെന്താ? കാണട്ടെ ആരാ മന്ദബുദ്ധിയെന്ന്. അവനെ ശരിയാക്കും ഞാനിന്ന്. പക്ഷെ ഇന്നിവിടെ ഫംഗ്ഷൻ നടക്കല്ലേ. ഈ ഡ്രസ് വളരെ നോർമലാ. കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ. അതിന്റെ പേഴ്സണാലിറ്റി 4 ഇരട്ടിയാക്കോന്നേ. എന്താ രോഹിത് നീ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു, പിന്നെയും ചിന്തിക്കുന്നു. എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. സംസാരിച്ചാലല്ലേ ശരിയാവൂ. സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ശരിയാവൂ. നോക്കൂ രോഹിത്, നിനക്കറിയോ നീ ഇപ്പൊ ചെയ്യുന്ന എല്ലാം തെറ്റിപ്പോവുകയാണ്. ശരി, ഞാൻ സമ്മതിക്കുന്നു. അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഷെറിനെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷെ എനിക്കറിയാം, എനിക്കൊരു ജീവിതമുണ്ട്. ഞാൻ ആ ജീവിതത്തിൽ ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് മാത്രം ഒരാൾക്കും അറിയണ്ട. ഞാൻ പോയി പ്രീതിയോട് എന്റെ ഉള്ളിലെ കാര്യം പറഞ്ഞേ പറ്റൂ. അവൾ എന്നെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ. അതിനിയും താമസിച്ചൂടാ. ഇപ്പൊ എന്റെ തിങ്കി കറക്റ്റാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന ഇതാണ്. ആദ്യം പോയി പ്രീതയും പ്രീതിയുടെ കുടുംബത്തെയും, അല്ലല്ല കുടുംബമല്ല, ആദ്യം പ്രീതിയോട് തന്നെയാ പറയേണ്ടത്. പ്രീതിയോട് എന്റെ ഹൃദയത്തിൽ എന്താണെന്ന് പ്രീത അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം അവളുടെ എന്ത് തീരുമാനവും ഞാൻ അംഗീകരിക്കാൻ റെഡിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവള് സമ്മതിക്കുന്നു തന്നെയാ. നീ ഒരു കാര്യം ചെയ്യ് രോഹിത്, നീ പോയി ഒന്നും ചിന്തിക്കണ്ട, ഒന്നും ചിന്തിക്കാതെ അവളോട് പോയി കാര്യം പറയാ. എനിക്ക് തോന്നില്ല അവളെ എതിർക്കുമെന്ന്. അല്ലെങ്കിൽ തന്നെ എന്തിനാ എതിർക്കുന്നേ? അവളുടെ കുടുംബം എന്നെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്നെ വളരെ സ്നേഹിക്കുന്നുണ്ട്. ഞാനും പ്രീതിയെ റെസ്പെക്ട് ചെയ്യുന്നു, മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. മാത്രമല്ല അവളിപ്പോ ഒരു റിലേഷനിലും അല്ലല്ലോ. ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഞാൻ ഇന്ന് തന്നെ പോയി പ്രീതിയോട് സംസാരിക്കും. എന്റെ ഉള്ളിലെ എല്ലാ കാര്യവും ഞാൻ അവളോട് പറയും. യെസ് കിരൺ നമ്പ്യാർ, യു ലുക്സ് പെർഫെക്റ്റ്. മിഷൻ പൂർത്തിയാക്കാൻ ഫുൾ റെഡി ആയിട്ട് വേണം പോവാൻ. ചിലപ്പോ അവിടെ പ്രീത എന്നെ കണ്ട് വല്ലാണ്ടങ്ങ് അപ്സെറ്റ് ആവുന്നേ. പക്ഷെ മുത്തശ്ശി, സരളാന്റി, സൃഷ്ടിയൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ട് എന്നെ സ്വീകരിക്കും. ആ മെന്റൽ എന്നെ കണ്ട് എത്രമാത്രം ടെൻഷനിലാവുന്നോ ഞാൻ അത്രത്തോളം ഷാർപ്പാവും. പിന്നെ ഞാൻ ആ മന്ദബുദ്ധിയെ, ആ സുന്ദറിനെ പ്രീതിക്ക് വേണ്ടി സെലക്ട് ചെയ്യും. പിന്നെ കാണാം അവരുടെ ആറ്റിറ്റ്യൂഡ്. അവളത്ര മോശമൊന്നുമല്ല. തുറച്ചു നോക്കുന്ന എന്തിനാ? ഞാൻ നിന്റെ ഡോക്ടറാ. ഒരു ഡോക്ടറിന്റെ കടമയാണ് സ്വന്തം പേഷ്യന്റിന്റെ തെറ്റ് പറഞ്ഞ് തിരുത്തി കൊടുക്കാന്നുള്ളത്. എന്ന് നല്ലതുമല്ല. പ്രീത, എന്റെ അമ്മ കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ മാത്രമാണ്. എന്റെ വാക്കുകൾ താൻ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഞാൻ വരെയാണ് പ്രീത. ഇന്ന് നമുക്ക് വേണ്ടി മാത്രം, തനിക്ക് വേണ്ടി, നമുക്ക് രണ്ടുപേർക്കും വേണ്ടി. എനിക്കറിയില്ല ഇന്ന് ഈ വീടിന്റെ വാതിലിൽ നിന്നും പ്രീതിയുടെ വീടിന്റെ വാതിൽ വരെ ഞാൻ എങ്ങനെ എത്തുമെന്ന്. ആക്ച്വലി എനിക്ക് പ്രീതിയുടെ ഹൃദയത്തിന്റെ വാതിലിലേക്കാണ് എത്തേണ്ടത്. ഇന്ന് ഞാൻ എന്ത് ചെയ്തിട്ടായാലും എന്റെ ഹൃദയം അവളുടെ മുന്നിൽ തുറക്കും. ഞാനതിന് എത്ര സ്ലോയാ പോകുന്നേ? സ്പീഡപ്പ് 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 സ്പീഡപ്പ്. വ്യത്യസ്തമായൊരു ഫീലിംഗ് ആണല്ലോ. അറിയില്ല ഞാൻ എങ്ങനെയാ മുഴുകിപ്പോയതെന്ന്. അവളുടെ വീട്ടിൽ പോകുന്നതിലാണോ അതോ അവളെ കാണാൻ പോകുന്നതിലാണോ, അതോ ഇനി അവളെ ടെൻഷൻ അടിച്ച് കാണാൻ വേണ്ടിയാണോ? ഇന്ന് അവളെ ടെൻഷൻ അടുപ്പിക്കുന്നതിൽ പ്രത്യേക സുഖം തന്നെയായിരിക്കും. ഐ കാന്റ് മിസ് ഇറ്റ്. ഹായ് ബൈ. രോഹിത്, കിരൺ, ഒന്ന് നിന്നേ. എവിടെ പോകുക രണ്ടാളും? അത് ഞാൻ പ്രീതിയുടെ വീട്ടില്. നീ പ്രീതിയുടെ വീട്ടിൽ പോകണോ? ആ. എന്തിന്? അത് ഞാൻ ഏട്ടനോട് ഇത് മാത്രം പറയാൻ പാടില്ല. പ്രീതിയെ ടെൻഷൻ എടുപ്പിക്കാനാ ഞാൻ പോകുന്നതെന്ന്. അത് പറഞ്ഞ് ചിലപ്പോ എന്റെ പോക്ക് തടഞ്ഞു കളയും. എന്നെ മുറിയിലിട്ട് പൂട്ടാനും മടിക്കില്ല.
പ്രീതിയെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ഏട്ടൻ എന്തും ചെയ്യും. രോഹിത്, നീ ആദ്യം പറയും, നീ എവിടെ പോവാന്ന്? അമ്മേ അത് എനിക്ക് അത് ഞാൻ ഓഫീസ്, ഇതൊന്നും ഇന്ന് നടക്കില്ല. ഒരു ദിവസം ഓഫീസിൽ പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല നിനക്ക്. എന്റെ മോനെ, ഇന്നും വ്രതം എടുക്കുന്ന ദിവസമാണ്. ഷേർലിൻ വ്രതത്തിലാണ്. വീട്ടിൽ ഇത്രയും വലിയ ഫംഗ്ഷൻ നടക്കുമ്പോ നീ ഓഫീസിൽ പോവാണോ? ഒരു അത്യാവശ്യ ജോലി അമ്മേ. മോനെ, അത് എന്ത് ഇമ്പോർട്ടന്റ് ജോലിയാ നിന്റെ ഭാവി വധുവിനേക്കാൾ വലുതായിട്ടുള്ളത്? അതെന്ന് പറഞ്ഞേ. ആ പാവ ഇന്ന് രാവിലെ മുതല് എന്തെങ്കിലും കഴിക്കോ കുടിക്കോ ഒന്നും ചെയ്യാതെ നിനക്ക് വേണ്ടി ഉപവാസം ഇരിക്കുക. എന്നിട്ട് വായ് അയ്യടാ, ഇത് എന്തൊരു ചോദ്യമാ നീ ചോദിക്കുന്നേ? ഷെർലിൻ രോഹിതിന്റെ ഭാര്യയാകാൻ പോകുന്നവളും അവനെ പ്രണയിക്കുന്നവളുവാ. അതുകൊണ്ടാ ഉപവസിക്കുന്നത്. അല്ലാതെന്താ? പിന്നെ മൈ സ്വീറ്റ് ബോയ്, നീ എന്നോട് ഇതുവരെ പറഞ്ഞില്ല ഇപ്പൊ നീ 120 കിലോമീറ്റർ സ്പീഡില് എങ്ങോട്ടാ പോയെന്ന്. പറഞ്ഞല്ലോ മോം, പ്രീതിയുടെ വീട്ടിൽ പോവാന്ന്. പ്രീതയുടെ വീട്ടിലോ? പക്ഷേ എന്തിനാ? അത് ആക്ച്വലി അത് ആ സരളാന്റി ഇല്ലേ, ഒരു കാര്യത്തിനായിട്ട് എന്റെ സഹായം ആവശ്യപ്പെട്ടായിരുന്നു. ആക്ച്വലി ആന്റി എന്നെ വിളിച്ചായിരുന്നു, അതാ ഞാൻ പോകുന്നത്. മോമന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ പോകുന്നില്ല. എന്താ? ഇല്ല ഇല്ല മോനെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ പോയി സരളയെ സഹായിക്ക്. സരളയാണെങ്കിൽ വളരെ നല്ല ഒരു സ്ത്രീയാ. അവരുടെ വീട്ടിലെ ജെന്റ്സ് ആരുമില്ലല്ലോ, അതുകൊണ്ട് എല്ലാ ജോലികളും ലേഡീസ് തന്നെ ചെയ്യുന്നത്. അവിടെ പോയി അവരെ സഹായിക്കുന്നത് വളരെ നല്ലതാ മോനെ. ചെല്ലേ, നിനക്കും കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ മോം, കാര്യം അതൊന്നും അല്ല. ഐ മീൻ, സരള ആന്റി വളരെ നല്ല സ്ത്രീയാ. യുനോ, ആന്റിക്ക് എന്റെ ജഡ്ജ്മെന്റിൽ വളരെ വിശ്വാസമാ. എന്റെ വർത്തമാനവും വളരെ ഇഷ്ടം ആന്റിക്ക്. അതുകൊണ്ട് ആന്റി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോ ഞാൻ പോകുന്നേ. പിന്നെ എന്റെ മോമിനേക്കാൾ വ്യത്യസ്തയാ ആന്റി. എന്റെ മോമാണെങ്കിൽ എന്നെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാ കാണുന്നേ. റൈറ്റ്? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓ എന്റെ പൊന്നു മോനെ, നിന്നെ ഇന്ന് ഞാൻ ഉണ്ടല്ലോ. നിന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞത്? ഒന്നുകൂടി പറ, സോറി. എന്താ മോം? ഓക്കെ, I love you, Mom. I love you too. Hey, സുന്ദരി, ഞാനൊരു കാര്യം പറയട്ടെ. മോമിനെ പറ്റി ഞാൻ പറഞ്ഞത് സത്യമാ. ബൈ. Okay, see you. Bye, see you. നീ പൊയ്ക്കോ. നീ ഇപ്പൊ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുള്ളൂ. അപ്പൊ നിന്നെ കാണിച്ചു തരാം. രോഹിത്, എല്ലാവരും അവനവന്റെ ജോലികളിലാണല്ലോ. ഈ പ്രീതി എന്താ ഇതുവരെ റെഡി ആവാത്തത്? ചേച്ചി, ഇതുവരെ 10 തവണ ചോദിച്ചു. 2 തവണ കൂടി ചോദിച്ചാൽ 1 ഡസൻ ആകും. ഞാൻ നിന്നോടാണോ മുമ്പ് ചോദിച്ചത്? ആണോ? പിന്നെ സരള, ഒന്ന് സമാധാനമായിരിക്കൂ. ഞാൻ ഒന്നുകൂടി നിന്നോട് പറയുന്നു, അവരെപ്പോ പ്രീതയെ കാണുന്നോ അപ്പോ തന്നെ ഓക്കെ പറയും. അത് നീ എഴുതി വെച്ചോ. ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ, എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ സമയം പറഞ്ഞിട്ട് എന്താ ഇത്ര വൈകി എത്തുന്നതെന്ന്. ഈ താമസിച്ചു വരുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. ശരി എന്നെ അമ്മ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം. ആ വരാൻ പോകുന്ന പയ്യനല്ലേ, അവന് ലേറ്റ് ആയി കഴിഞ്ഞാ വാതില് വെച്ച് തന്നെ നമുക്കങ്ങ് പറഞ്ഞു വിടാന്നേ. താങ്ക്സ് ബട്ട് നോ താങ്ക്സ് ഇവിടെ വന്നതിന്. അങ്ങനെ പറഞ്ഞാ മതി. അയാൾക്ക് സമയത്തിന് വിലയില്ലാത്തത് കൊണ്ട് അമ്മയ്ക്കും മുത്തശ്ശിക്കും അയാളെ വിലയില്ല. നിന്നുണ്ടല്ലോ. ഓഹോ, നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചേ? നീ അല്ലല്ലോ കല്യാണ പെണ്ണ്, അത് വേറെയാ. അമ്മ പറഞ്ഞത് വളരെ ശരിയാ. പക്ഷെ അമ്മ ഇവളിങ്ങനെ തലേ കയറ്റി വെച്ചേ, അതുകൊണ്ടാ ഇവളിങ്ങനെ പടപടാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് സംസാരിക്കുന്നെന്നോ? അമ്മയല്ലേ പറഞ്ഞത് സമയത്തിന് വരാത്തവരെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അവരെ കണ്ടുകൂടാ, അങ്ങനെയൊക്കെ അമ്മയല്ലേ പിറവിരുത്തത്. ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞത്. അതിന് നീ എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത്? അങ്ങനെ പറഞ്ഞാ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കാൻ ഇപ്പൊ തല വേദനിക്കുന്നു. ഈ അമ്മയുടെ മോളുടെ വഴക്കിന് ഒരു അവസാനം ഇല്ലേ? അവര് വരാൻ ഇനി 1 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അമ്മേ പയ്യനും വീട്ടുകാർ എത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് പ്രീതിയെ കൊണ്ടുവരാം. അമ്മ പോയിട്ട് കഥകൾ തുറക്കും. പോണേ, ചേച്ചി പെണ്ണിന്റെ അമ്മയാ. ചേച്ചി അവരെ സ്വീകരിക്കേണ്ടത്. ഞാൻ പോയി പ്രീതി ഒരുക്കി കൊണ്ടുവരാം. നീ ചെന്നിട്ട് കൊണ്ടുപോവാ. വേണ്ട വേണ്ട, ഞാൻ ഡോർ ഓർക്കാം. ഒരു മിനിറ്റ്. എന്റെ ചേച്ചിയെ കിട്ടാൻ പോകുന്ന പയ്യനാ. ഹാർട്ടി വെൽക്കം കല്യാണ ചെറുക്ക. കിരൺ സർ, നിങ്ങളോ? അതാ ഞാൻ നോക്കിയ തലയിലിട്ട് അടിച്ചത് ആരാ പറയുന്നതിന് മുന്നേ ആരാന്ന് നോക്ക്. കൊന്ന തെങ്ങ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ചെറുക്കന്റെ വീട്ടുകാർ ഇപ്പൊ വരും. ഇതാ നിൽക്കുന്നു നിങ്ങളുടെ വധു കല്യാണ പയ്യ.
എന്നോട് ക്ഷമിക്കണേ, ഞാൻ വിചാരിച്ചു ഭാവി മണവാളനായിരിക്കുമെന്ന്. നീയോ? നിനക്കിവിടെ എന്താ കാര്യം? നിനക്ക് പായസത്തിൽ മണ്ണിടാനേ അറിയോ അല്ലേ? ഞാൻ ആന്റി വിളിച്ചിട്ടാ വന്നേ, അല്ലാതെ വെറുതെ കേറി വന്നൊന്നും അല്ല. ആ മോളെ, ഞാൻ വിളിച്ചതാ. ആ, എനിക്ക് അതുകൊണ്ട് നന്നായിട്ട് നീ വിശക്കുന്ന ആന്റി. വീട്ടിൽ എന്തേലും വന്നല്ലോ നീ. കഴിക്കാൻ തരൂന്നേ? ആ ജാനകി, നീ ചെല്ല്, നല്ല ചൂടായിട്ട് എന്തേലും ഉണ്ടാക്കിക്കൊണ്ടുവാ. ആ, ചായ ശരി. വേണേ? മുത്തശ്ശിക്ക് ഇവിടെ നല്ല ടൈം പാസ് ആയിരിക്കും അല്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അതായത് വാതിൽക്കൽ വന്നത് മറ്റാരോ, വേറെ ആരോ ആണെന്ന് കരുതിയ മുത്തശ്ശി വാതിൽ തുറന്നത്. എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നേ? ഇതിനേക്കാൾ നല്ലത് കണ്ണടച്ചു പിടിച്ചിട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. എന്താ കിരൺ സർ, സംഭവിച്ചു പോയില്ലേ ഈ സാറിന്റെ ഒരു കാര്യം? എന്താ സൃഷ്ടി നടന്ന എന്തെന്ന് അറിയില്ലേ? എപ്പോഴും ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നേ? മണവാളനെ എതിരേക്കാനാ ഞാൻ വന്നത്. ആ എന്നെ നിങ്ങൾ തെറ്റായിട്ട് 2 തവണ മണവാള എന്ന് വിളിച്ചേ. ഇങ്ങനെയൊക്കെ തെറ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് സത്യമാവോന്നേ? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എന്റെ അച്ഛൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം മോനെ, വരൂ. നമസ്കാരം. നീ ഇവിടെ എന്താണ് അമ്മ ചെയ്യണേ? ആ വരൂ. വാ, ഇരിക്ക്. വരും മോനെ, ഇരിക്കി. ആ, ഞാനാ ഇവനെയും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. മണവാളം വരുമ്പോ സ്വീകരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അത് നന്നായി മോനെ. ആ ഇതാ ജാനകി ചായയും കൊണ്ട് വന്നല്ലോ. നിനക്ക് വിശക്കുന്നല്ലേ പറഞ്ഞേ? വേഗം കുടിച്ചു. കഴിക്കും. ഓ സർലാൻഡി, എന്താ മോനെ? ഈ സൃഷ്ടി ആന്റിയുടെ തന്നെ മോളാണോ അതോ എവിടെ നിന്ന് തവിട് കൊടുത്ത് വാങ്ങിയതാണോ? അല്ല, ശരിക്കും അതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ തമ്മിൽ എന്ത് സ്നേഹം അയക്കുവാണ്, എല്ലാവരോടും നല്ല കരുതലാണ്. പക്ഷെ ഇവിടെ നോക്ക്, എപ്പോ നോക്കിയാലും വഴക്കുണ്ടാക്കാനും നേരമുള്ളൂ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അല്ലല്ല, ഇവളെന്നെ മോള് തന്നെ. ഞാൻ തന്നെ അവളെ പ്രസവിച്ചേ. ഒരു ചെറിയ വഴക്കാളിയാണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടോ? അല്ല. കൊള്ളാം മോനെ, നീ എന്റെ അമ്മയുടെ മുന്നിൽ ഹീറോ കളിക്കുന്നോ? ഇപ്പൊ നീ പറഞ്ഞു തിരിക്കട്ടെ, അതിനുള്ള പണി ഞാൻ പിന്നെ തരാം ഷോട്ടി. നോക്കിയിരിക്കാതെ സമൂസ കൂടെ കഴിക്കേ. ആ, കഴിക്കാം, നോക്ക് കഴിക്കാം എങ്ങനെയുണ്ട്, മുത്തശ്ശി. നല്ലതാണ്. അടിപൊളിയായിരിക്കും. ഇത് പ്രീത സ്വന്തമായിട്ടുണ്ടാക്കിയതാ. അതാ ഇത്രയ്ക്കും രുചി. ആ, മോനെ ഞാൻ ഒരു മിനിറ്റ് അടുക്കളയിലോട്ടൊന്ന് ചെല്ലട്ടെ. അവിടെ കുറച്ച് പണിയോട് ബാക്കിയുണ്ട്. ചെറുക്കൻ വീട്ടുകാർ എത്താറായി, അതാ ഞാൻ ഇപ്പൊ വരാം. ചായ തണുത്ത് പോ, എടുത്തു കുടിക്കും. ആ, ഞാനും ആ, വരാം അമ്മേ. സഹായത്തിന്. വാ, ആ, മുത്തശ്ശി, ആ ബിസ്ക്കറ്റ് കൂടെ. ആ, ഇപ്പൊ കൊണ്ടുവരാം മോനെ. ഞാനിപ്പോ വരാം. ഹായ്, സമൂസ. വേണ്ട കിരൺ, നീ തന്നെ എല്ലാം കഴിച്ചോ. എനിക്ക് വിശപ്പില്ല. കഴിക്കാത്ത നല്ലത്. കഴിച്ചു കഴിഞ്ഞാൽ കണ്ണീര് വരും. അതെന്താ? എന്തെന്ന് വെച്ചാൽ നല്ല എരിവാ. സത്യം ഞാൻ പറഞ്ഞത്. ഇതെങ്ങാനും കഴിച്ചു കഴിഞ്ഞാ നീ കിടന്ന് നിലവിളിക്കും സോഡാ സോഡാന്ന്. അത്രയ്ക്ക് എരിവാടി ഇത്. എന്താ ഈ നോക്കുന്നേ? അവൻ വരുന്നവരെ ഒന്നും മിണ്ടാണ്ടിരിക്കെ. മിസ് പാവയ്ക്ക പ്രീത. ആ പറ, എന്താ വിളിച്ചേ? നിന്റെ പരിധിക്കുള്ളിൽ നിക്കണം ഷോട്ടി. ആ പിന്നെ ഇവിടെ കിടന്നിങ്ങനെ ഒത്തിരി വേള ഉണ്ട് കേട്ടോ. ഓക്കെ, കാറ്റത്ത് കിഴക്കൂടെ എന്റെ ചേച്ചിയുടെ കല്യാണക്കാരി നടക്കാൻ പോവാ. സോ പ്ലീസ് എന്റെ മൂഡ് കളയാൻ നിക്കണ്ട. പിന്നെ എന്നെക്കാളും മോശം വേറെ ആരും കാണില്ല. ഓക്കെ? ഇതെനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ. നിന്നെക്കാൾ മോശം വേറെ ആരും കാണില്ലെന്ന്. പുതിയ എന്തേലും പറ. ഓ ഹലോ, ഒരുപാട് സ്മാർട്ട് ആവാൻ നോക്കല്ലേ ഷോട്ടി. ഓ കുത്തബിനാർ, ഡോണ്ട് ടെസ്റ്റ് മൈ പേഷ്യൻസ്. ഇല്ലെങ്കിൽ എടുത്തിട്ട് ഏറെറിയും. സാമ്പിൾ കാണണോ? 20 kg ഡമ്പല് പോലും എടുക്കാൻ പറ്റില്ല. എന്നെ വലിച്ചെറിയും പോലും. മാറി നിൽക്ക അങ്ങോട്ട്. ഇനി ഇവിടെ എടുത്തെറിഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം. അല്ല പിന്നെ നാണക്കേടാവും. നോക്ക്, പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. അല്ല, നീ എങ്ങോട്ടാടി ഓടി പോകുന്നേ? നോക്ക്, ഞാൻ പറയുന്ന തമാശയല്ല. ഇന്നലെ ഒരു തമാശ പറഞ്ഞത്, പക്ഷെ ഇന്ന് സത്യമാടി ഞാൻ പറയുന്നേ. ആ ചെക്കനുണ്ടല്ലോ, അവനെ കണ്ടുകഴിഞ്ഞാൽ വെള്ളം കുടിക്കില്ല. അവന് ഗേൾ ഫ്രണ്ട്സ് പോലും ഇല്ല. ഐ മീൻ, അവനെ കാണാൻ അത്രയ്ക്ക് മോശമാ. നിന്നെ പോലെ തന്നെ പ്രീത, ഒരു കാശിന് കൊള്ളില്ല. വെരി ലോ IQ ലെവൽ. നോക്ക്, അവന്റെ IQ ലെവൽ കുറവായിരിക്കാം, പക്ഷെ നിന്നെക്കാളും കൂടുതലായിരിക്കും ഉറപ്പാ. പിന്നെയും തമാശ. നോക്ക്, ഇന്നലെ വരെ ഞാൻ തമാശ പറഞ്ഞത്, പക്ഷെ ഇന്ന് സത്യമാടി പറയുന്നേ. അവനുണ്ടല്ലോ, എന്തൊരു കുടിനെന്ന് അറിയും നിനക്ക്. മുഴുവൻ സമയം വെള്ളത്തിലാണെന്നേ.
വീട്ടിലാണെങ്കിൽ ലേറ്റ് ആയിട്ടേ പോവാറുള്ളൂ പലപ്പോഴും. പിന്നെ കുടിച്ച് ബോധമില്ലാണ്ടാവുമ്പോ ആൾക്കാരെ അടുത്ത് വീട്ടിൽ കൊണ്ടൊന്നാക്കുന്നേ. പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, അവനെ കാണാനാണെങ്കിൽ ഒരുമാതിരി മെലിഞ്ഞു ഉണങ്ങി, ഉടുപ്പൊന്നും കേറില്ല, ഒരു വടിയിൽ നിക്കിട്ട പോലെ ഇരിക്കുന്നേ. അവനാണെങ്കിൽ പല്ലുമില്ല, കണ്ടു കഴിഞ്ഞാൽ അപ്പൂപ്പനെ പോലെ തോന്നുന്നേ. അവന്റെ കണ്ണാണെങ്കിലോ കോങ്കണ്ണ്. നിന്നെ നോക്കുകയാണെങ്കിൽ തോന്നുന്നു മറ്റാരും നോക്കുകയാണെന്ന്, മറ്റാരെങ്കിലും നോക്കി കഴിഞ്ഞാൽ നിന്നെ നോക്കുകയാണെന്ന് തോന്നും. ഏയ് ലിസൺ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. നിക്കടി, എടി നിക്ക, ഞാൻ പറഞ്ഞോട്ടെ. ചേട്ടാ എന്തു പറ്റി? ആ കോന്തം വന്നു തോന്നുവാ. ആ ദേ അവര് വന്നെന്നാ തോന്നുന്നേ. ഞാൻ ചെന്ന് വാതിൽ ഓർക്കട്ടെ. വാ വാ, എല്ലാരും വാ. എല്ലാം ഓക്കെ ആണോ എന്തോ. നമസ്കാരം. നമസ്കാരം. സരള അറയ്ക്കലിന്റെ വീട് ഇത് തന്നെ. അതെ അതെ. ഞങ്ങൾ നിങ്ങളുടെ മോളെ കാണാൻ വന്നതാ. അറിയാം അറിയാം. വരൂ വരൂ, അകത്തേക്ക് വരൂ. വരൂ. ഇതിവിടുത്തെ വലിയ മുത്തശ്ശിയാണ്. നമസ്കാരം. ഇതെന്റെ ഇളയ മകൾ, ഞങ്ങളുടെ സൃഷ്ടി. ഹായ് ആന്റി. ഹായ് അങ്കിൾ. പിന്നെ ഇത് ജാനകി, ഞങ്ങളുടെ സഹോദരിയെ പോലെയാണ്. നിങ്ങളുടെ മകൻ വന്നില്ലേ? ആ ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാ. ആ ഇപ്പൊ വരും. ഇപ്പൊ വരും ആ ചുന്ദരൻ. ചേട്ടന്റെ പ്രീതിയോട് സഹതാപം തോന്നുന്നില്ലേ? എടാ ഒന്നും മിണ്ടാതിരിക്കെ. എനിക്കൊരു സഹതാപമില്ല. അവക്ക് ഇത് തന്നെ വേണം. ഇപ്പൊ വരും ആ കുരങ്ങൻ സുന്ദരക്കുട്ടൻ. അവന്റെ ഒരു നടപ്പും ഭാവവും ഒക്കെ കണ്ടേച്ചാലും മതി. ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ തരാൻ പറ്റില്ലെന്ന്. നിങ്ങക്ക് നാളായില്ലേ? ഇങ്ങനെയാണോ കുട്ടികളോട് പെരുമാറുന്നത്? എനിക്ക് തെറ്റിപ്പോയി സാർ. എന്തു പറ്റി പോനെ? നിനക്ക് എന്താ വേണ്ടേ? എനിക്കത് വേണം. ഒരു മിനിറ്റ്. ഹാപ്പി? ഹാപ്പി. സോറി സാർ. ആന്റി, ഞാൻ ആന്റിയെ സഹായിക്കാം. അയ്യോ വേണ്ട മോനെ, ഞാൻ ചെയ്തോളാം. അതിനെന്താ ഇപ്പൊ ആന്റി? ഞാൻ ആന്റിയുടെ മോനെ പോലെയല്ലേ? വെച്ചിട്ടുണ്ട്. വളരെ നന്ദി മോനെ, സന്തോഷമായിരിക്കും. നീ വളരെ നല്ല പയ്യനാ. താങ്ക് യു ആന്റി. ഇത് പ്രീത, എന്റെ മോള്. ഇത് പയ്യന്റെ അച്ഛനും അമ്മയാണ് മോളെ. നമസ്കാരം. നമസ്കാരം. ആയിരിക്കും മോളെ. ഇരിക്ക്, അവിടെ ഇരിക്ക്. സത്യത്തിൽ നിങ്ങളുടെ മോള് വളരെ സുന്ദരിയാണ്. ആ നോക്കൂ, എന്റെ മകനിതാ വന്നു. വന്നല്ലോടാ ബുദ്ധു. ആരാടാ ഇവൻ? കുരങ്ങനും അല്ല, മന്ദബുദ്ധിയോ അല്ല. ആരാ ഇവൻ? ചേട്ടാ ഇത് മിസ്റ്റർ ഹാൻസം ആണല്ലോ. അവന്റെ ബോഡി നോക്ക്, എന്ത് ബൈസെപ്സ് ആണ് അവന്. അടിപൊളി പേഴ്സണാലിറ്റി ഉള്ള ചെക്കൻ. ചേട്ടന്റെ കാര്യം ഉറപ്പായും പോക്കാ. മിണ്ടാതിരിക്കും. ഈ മുംബൈ നഗരത്തിൽ നിന്ന് എന്ത് ഹോട്ടായിട്ടുള്ള ഗായ്സാ വരുന്നേ. നമസ്കാരം. അയ്യോ വേണ്ട, നന്നായി വരട്ടെ. നന്നായി വാ മോനെ. നമസ്കാരം. അയ്യോ വേണ്ട മോനെ, എന്തിനാ ഇങ്ങനെ? ഞാനിവരുടെ ബന്ധുവൊന്നും അല്ല. ഞാനിവിടുത്തെ ജോലിക്കാരിയാ. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ. അതിനെന്താ ആന്റി? ആന്റി നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണ്. പിന്നെ അല്ലേ ആന്റി? എന്റെ കാഴ്ചപ്പാടിൽ ഒരു ജോലി ചെറുതല്ല. ആന്റിയുടെ പ്രായം വെച്ച് ആന്റി മുതിർന്നയാളാ. എന്റെ അമ്മ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, മുതിർന്നവരുടെ ആശീർവാദം എപ്പോഴും വാങ്ങിക്കണമെന്ന്. അതുകൊണ്ട് ആന്റിയുടെ ആശീർവാദം ഞാൻ വാങ്ങി. പിന്നെ ആളുകൾ പറയാറുണ്ടല്ലോ, മുതിർന്നവരുടെ ആശീർവാദം എത്ര കിട്ടിയാലും അത് കൂടി പോകില്ലെന്ന്.
നന്നായി വരും മോനെ, നന്നായി വരും. താങ്ക് യു. വാ മോനെ, അകത്തേക്ക് വരൂ. മോനെ, ഇതാണ് എന്റെ മകൾ പ്രീത. പ്രീത, ഇത് ഹായ്. ഹായ്. ഹായ് പ്രീത. പൃഥ്വി മനക്കൽ. നൈസ് ടു മീറ്റ്. നൈസ് ടു മീറ്റ് യു. മോനെന്താ നിക്കുന്നേ? ഇരിക്കൂ മോനെ, ഇരിക്കൂ. നിങ്ങൾ എല്ലാരും ഇരിക്കൂന്നേ, പ്ലീസ്. സൃഷ്ടി, ആ ജ്യൂസ് എടുത്തോണ്ട് വാ. പിന്നെ അങ്കിളിന് ചായ കൊടുക്ക്. എടാ, നീ എന്തിനാ അവൻ ഇങ്ങനെ നോക്കുന്നേ? ചേട്ടാ, ഞാനൊരു അല്പം ഷോക്കിലാണ്. നമ്മൾ വിചാരിച്ചതെന്തോ അതിന് വിപരീതമല്ലേ സംഭവിച്ചത്. ഇവരെന്ത് ഗുഡ് ലുക്കാ മോനെ. അല്ല, നീ ഇത് പറയും. നിനക്ക് പെമ്പിള്ളാരെയാണോ ചെക്കന്മാരാണോ ഇഷ്ടം? എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സത്യം എപ്പോഴും സത്യം തന്നെ ആയിരിക്കുമല്ലോ. പയ്യൻ ഗുഡ് ലുക്കിംഗ് ആണ്, സാധാരണ ടൈപ്പും അല്ല. സമ്മതിച്ചേ പറ്റൂ. വാ മോനെ, നമുക്ക് ഈ കുരങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. നീ എന്റെ കൂടെ വാ. വാ. ഞാൻ പെൺകുട്ടിയുടെ അമ്മയാണല്ലോ, അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് മുൻകൂട്ടി പറയണമെന്ന് തോന്നി.